രേണുവിനെ വെച്ചപ്പോൾ 8 ലക്ഷം ഭക്തന്മാരാണ് ഒറ്റടിക്ക് വന്നത്. കുണുങ്ങി കുണുങ്ങി എന്ന ആൽബത്തിൻ്റെ സെറ്റിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് ആൽബത്തിൻ്റെ സംവിധായകൻ വിപിൻ ലാലും യൂട്യൂബർ ഷഫീന ബീവിയും തുറന്നു പറഞ്ഞപ്പോൾ ഞെട്ടിയത് കേരളം മുഴുവനുമാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണുസുതി വിപിൻ ലാൽ ആൽബം വിവാദത്തിൽ രേണുസുതിയുടെ എല്ലാ വാദങ്ങളെയും പൊളിച്ചെടുക്കുന്ന 2 പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഷഫീന ബീവി പുറത്തുവിട്ട രഹസ്യ ഓഡിയോ ക്ലിപ്പിൽ എന്താണുള്ളത്? എന്തിനാണ് വിപിൻ ലാൽ രേണുസുതിയെ തൻ്റെ ആൽബത്തിലെ നായികയാക്കിയത്? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക, കാരണം ഇന്ന് പുറത്തു വരാൻ പോകുന്നത് പലരുടെയും തനി നിറമാണ്. ആദ്യം നമുക്ക് സംവിധായകൻ വിപിൻ ലാലിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ തുടങ്ങാം. ഒരു പ്രശസ്ത ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ സത്യസന്ധമായ ഒരു കാര്യം പറയുന്നുണ്ട്. എന്തിനാണ് രേണുസുതിയെ ആ ആൽബത്തിലേക്ക് കാസ്റ്റ് ചെയ്തതെന്ന്. അദ്ദേഹം ഇതിനു മുമ്പ് സ്വന്തം കാശ് മുടക്കി 9 മ്യൂസിക് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഭക്തിഗാനങ്ങൾ. അതിനൊക്കെ യൂട്യൂബിൽ കിട്ടിയത് വെറും 2000-3000 വ്യൂസ് മാത്രമാണ്. എന്നാൽ മുൻപ് ദാസൻ കോഴിക്കോടിനൊപ്പം രേണുസുതിയെ വെച്ച് ചെയ്ത ഒരു ചെറിയ വീഡിയോയ്ക്ക് ഒറ്റയടിക്ക് 8 ലക്ഷം വ്യൂസ് കിട്ടി. വിപിൻ ലാൽ ചോദിക്കുന്നത് ഇതാണ്: നമ്മുടെ നാട്ടിൽ ഭക്തിഗാനങ്ങൾക്കോ നല്ല പാട്ടുകൾക്കോ മാർക്കറ്റില്ല. ഇവിടെ സെക്സും വിവാദങ്ങളുമാണ് വിറ്റുപോകുന്നത്. അതുകൊണ്ട് എൻ്റെ പാട്ടിന് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ വിവാദ നായികയായ രേണുസുതിയെ തന്നെ കാസ്റ്റ് ചെയ്തത്. ആർക്കും വേണ്ടാത്ത കണ്ടന്റുകൾക്ക് പകരം നെഗറ്റീവ് ആണെങ്കിലും സമൂഹത്തിന് വേണ്ടത് രേണുസുതിയെ പോലെയുള്ളവരെയാണെന്നാണ് അദ്ദേഹം തുറന്നടിക്കുന്നു. ഇങ്ങനെ വ്യൂസ് കിട്ടാൻ വേണ്ടി രേണുവിനെ കാസ്റ്റ് ചെയ്ത സംവിധായകന് കിട്ടിയത് 8ൻ്റെ പണിയായിരുന്നു. ഇവിടെയാണ് ഷഫീന ബീവി പുറത്തുവിട്ട തെളിവുകൾ പ്രശസ്തമാക്കുന്നത്. ഷഫീന ബീവി അവരുടെ വീഡിയോയിലൂടെ ഒരു എക്സ്ക്ലൂസീവ് ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടു. ലൊക്കേഷനിൽ വെച്ച് രേണുസുതി സംവിധായകനോട് അലറിക്കൊണ്ട് ചൂടാവുന്ന ഓഡിയോ. എനിക്ക് ലിപ് ലോക്ക് ചെയ്യാൻ പറ്റില്ല, ഈ ഡ്രസ്സ് ഇടാൻ പറ്റില്ല, മീഡിയക്കാർ വെച്ച് എനിക്ക് ഷോ ഓഫ് കാണിക്കേണ്ട എന്നൊക്കെ രേണു അതിൽ വിളിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഷഫീന ബീവിയും സംവിധായകനും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ ബഹളങ്ങളെല്ലാം ഉണ്ടാക്കുമ്പോൾ രേണുസുതി മദ്യപിച്ചിരുന്നു. കൂടെ വന്ന യൂട്യൂബർമാർക്കൊപ്പം പുറത്തുപോയി മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥയിലാണ് രേണു സെറ്റിൽ വന്ന് ഈ നാടകങ്ങളെല്ലാം കളിച്ചത്. സംവിധായകൻ ഈ ബഹളങ്ങൾക്കിടയിൽ വളരെ ശാന്തനായ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നതും ആ ഓഡിയോയിൽ നമുക്ക് വ്യക്തമായി കേൾക്കാം. ഇനി ഈ വിവാദങ്ങളിലെ ഏറ്റവും വലിയ ലോജിക്കൽ ചോദ്യങ്ങളിലേക്ക് വരാം. സംവിധായകൻ പോലും അറിയാതെ രേണുസുതി അങ്ങോട്ട് ക്ഷണിച്ചു എത്തിയത് 7 യൂട്യൂബ് ചാനലുകൾ ആണ്. ഈ 7 പേർക്ക് ഫുഡും താമസവും കൊടുത്തതും വിപിൻ ലാൽ ആയിരുന്നു. ഷഫീന ബീവി ചോദിക്കുന്ന ചോദ്യം ഇതാണ്: രേണുസുതി ലൊക്കേഷനിൽ വെച്ച് ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടും ഈ കൂടെ ഉണ്ടായിരുന്ന 7 യൂട്യൂബർമാരിൽ ഒരാൾ പോലും ആ ബഹളത്തിൻ്റെ വീഡിയോ ഫോണിൽ എടുത്തില്ല. എന്ത് ചെറിയ പ്രശ്നം കണ്ടാലും ക്യാമറ ഓൺ ചെയ്യുന്നവരല്ലേ അവർ? അപ്പോൾ രേണു മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ ആ അവസ്ഥ പുറത്തറിയാതിരിക്കാൻ അവർ മനഃപൂർവ്വം ക്യാമറകൾ ഓഫ് ചെയ്തു വെച്ചു എന്ന് വ്യക്തമല്ലേ? ഇനി ലിപ് ലോക്ക് സീനിൻ്റെ യഥാർത്ഥ സത്യം കേൾക്കുക. അതൊരു മിലിറ്ററി ഓഫീസറും ഭാര്യയും തമ്മിലുള്ള ഹണിമൂൺ ട്രിപ്പായിരുന്നു. നായികയെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി പുതപ്പിക്കുന്ന ഒരു റൊമാൻറ്റിക് സീൻ. ഈ സീനിൽ രേണുസുതി എടുത്തുയർത്താൻ വേണ്ടി മാത്രം 6 മാസത്തോളം താൻ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു എന്നാണ് വിപിൻ ലാൽ പറയുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ടെടുത്ത സീനിനെയാണ് രേണുസുതി വഷളാക്കിയത്. പോരാത്തതിന് അഭിനയം തീരെ അറിയാത്ത രേണുവിന് വേണ്ടി 28 തവണയാണ് അദ്ദേഹം ഒരു സീനിന് റീടേക്ക് പറഞ്ഞത്. ഇതൊക്കെ സഹിച്ചിട്ടും ഒടുവിൽ രേണു ആ ഷൂട്ട് മുടക്കി. മുൻകൂർ അഡ്വാൻസ് വാങ്ങി സംവിധായകൻ ചിലവിൽ ഭക്ഷണം കഴിച്ച് താമസിച്ച് അവസാനം ഈ പ്രൊജക്റ്റ് മുടക്കിയതിലൂടെ ഏതാണ്ട് 1 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് വിപിൻ ലാലിന് ഉണ്ടായത്. എന്നാൽ ഷഫീന ബീവിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണം മറ്റൊന്നാണ്. അവിടെ നിന്ന് പോകുമ്പോൾ സംവിധായകൻ്റെ ഭാര്യയുടെ കുറച്ച് ആഭരണങ്ങൾ കൂടി രേണുസുതി എടുത്തുകൊണ്ടാണ് പോയതത്രേ. എത്രത്തോളം വിശ്വസനീയമാണ് ഈ ആരോപണമെന്ന് വ്യക്തമല്ലെങ്കിലും ഈ കേസിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒന്നാണിത്. നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുക എന്നത് രേണുസുതിയുടെ തന്ത്രത്തിന് ഇത്തവണ വില കൊടുക്കേണ്ടി വന്നത് ഒരു സാധാരണക്കാരനായ ആൽബം സംവിധായകനാണ്. സുഹൃത്തുക്കളെ, സംവിധായകൻ്റെ ഇൻ്റർവ്യൂവും ഷഫീന ബീവിയുടെ തെളിവുകളും നമ്മൾ പരിശോധിച്ചപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കണ്ണീർ കഥകൾക്ക് പിന്നിൽ ഇങ്ങനെയുള്ള പല രഹസ്യ അജണ്ടകളും ഉണ്ടാവാം. വ്യൂസ് കിട്ടാൻ വേണ്ടി നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ഒരു ഗ്യാങ് തന്നെ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ 2 പേരുടെയും വെളിപ്പെടുത്തലുകൾ കേട്ടപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതിൽ ആരാണ് ശരി, ആരാണ് തെറ്റ്? രേണുസുതി ഈ യൂട്യൂബർമാർക്കൊപ്പം ചേർന്ന് സംവിധായകനെ പറ്റിച്ചതാണോ? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോയിലെ അന്വേഷണം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. പ്രശ്നം നടക്കുന്ന ഡയറക്ടറിന്റെ ഈ ആൽബം ഡയറക്ടറിന്റെ വൈഫിന്റെ ആഭരണം അടിച്ചോണ്ട് വന്നത്
എനിക്ക് ചിരിയാണ് വരുന്നത്. ഒരു മനുഷ്യന്റെ സോഡാക്കപ്പി പോലെ ഞാൻ. അപ്പൊ ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു.